ഒരിക്കൽ കാട്ടിൽ വല്ലാത്ത കിളിയുടെ കരച്ചിൽ കേട്ടിട്ട്, ഭയങ്കരമായ കരച്ചിൽ കേട്ടിട്ട് കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു വേടൻ ആ കിളി കരയുന്ന ആ ദിശയിലേക്ക് നോക്കുകയാണ്. ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നാണ് ഈ കിളി ഭയങ്കരമായി ശബ്ദം വെക്കുന്നത്. പേടിക്കുന്ന രീതിയിൽ ശബ്ദം വെക്കുന്ന ഈ കിളിയെ നോക്കിയിട്ട് എന്തിനാണ് ഇത് കരയുന്നത് എന്നറിയാൻ വേണ്ടി വേടൻ ചുറ്റിലും നോക്കുകയാണ്. ചുറ്റിലും നോക്കിയപ്പോൾ വേടൻ കണ്ട കാഴ്ച, ഈ മരത്തിൽ കൂടെ വലിയൊരു പാമ്പ് മുകളിലേക്ക് കയറി പോകുകയാണ്. ഈ പാമ്പിന് തീർച്ചയായിട്ടും ഈ കിളിയുടെ കൂട്ടിൽ കിളിയുടെ മുട്ടയുണ്ട് എന്ന നല്ല ബോധ്യമുണ്ട്, അല്ലെങ്കിൽ കിളിയുടെ കുഞ്ഞുങ്ങളുണ്ട് എന്ന നല്ല ബോധ്യമുണ്ട്. അങ്ങനെ ഇത് കണ്ടു മനസ്സിലാക്കിയ കിളി ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ ഭയങ്കരമായ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. വേടൻ ഒരു മരത്തിന്റെ പുറകിൽ മാറി നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉഗ്രനായ ഈ പാമ്പിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തിന് തനിക്ക് തന്നെ ആപത്തുണ്ടാക്കി വെക്കണം. അതുകൊണ്ട് വേടൻ ഇതൊന്നും അറിയാത്തതുപോലെ മാറി നിന്ന് കാണുകയാണ്. ആരും തന്നെ സഹായിക്കാനില്ല എന്ന് മനസ്സിലാക്കിയ ഈ കിളി ഭയങ്കരമായ ശബ്ദത്തിൽ കരഞ്ഞതിന് ശേഷം പറന്ന് ദൂരേക്ക് പോകുകയാണ്. കിളി പറന്നു പോകുന്നത് കണ്ടപ്പോൾ വേടൻ ചിന്തിച്ചു, ഇത്രയുമുള്ളോ കിളിക്കുഞ്ഞിനോട് അമ്മ കിളിക്കുള്ള സ്നേഹം? ഞങ്ങൾ മനുഷ്യർ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കിളി അതിവേഗത്തിൽ തന്റെ ചുണ്ടിൽ എന്തോ ഇലകൾ കൊത്തിയെടുത്തുകൊണ്ട് പറന്നു വരികയാണ്. പറന്നു വന്ന് തന്റെ കൂടിന്റെ മുകളിൽ ഇരുന്നിട്ട് ഈ കൂടിന്റെ മുകളിലേക്ക് ഈ ഇല അടുക്കി വെച്ചിട്ട് ഈ കിളി അങ്ങ് പറന്ന് മാറിയൊരു കൊമ്പിലിരുന്നു കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേടൻ കാണുകയാണ്, വേഗത്തിൽ അങ്ങോട്ട് പോയ പാമ്പ് പോയതിനേക്കാൾ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങോട്ട് പോയ പാമ്പ് പോയതിനേക്കാൾ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി വന്നതിന്റെ കാരണം എന്തെന്നറിയുവാൻ വേടനും അക്ഷീണം പ്രയത്നിച്ചു. ഒടുവിൽ അയാൾ കണ്ടെത്തി, ഈ കിളി കൊണ്ടുവന്ന് വെച്ച ഇല. നമുക്കെല്ലാം അറിയാം, പാമ്പ് വരാതിരിക്കാൻ പലതരം ഇലകളും നമ്മൾ പ്രകൃതിയിൽ തന്നെ നട്ടുണ്ടാക്കുന്നവരാണ്. അങ്ങനെ പാമ്പിന് വിരുദ്ധമായ ഇലകൾ കൊണ്ടുവച്ച് തന്റെ കൂട്ടിലുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഈ അമ്മക്കിളിയിൽ നിന്ന് വേടൻ കണ്ടുപഠിക്കുകയായിരുന്നു എങ്ങനെയാണ് സ്വയം രക്ഷിക്കേണ്ടതെന്ന്. ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോ കൂടുകളുണ്ട്, അല്ലെ? നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഓരോ കൂടുകളും പലപ്പോഴും നമ്മൾ പറയും, ദൈവമേ നീ കാണുന്നില്ലേ? പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ പറയും, അച്ഛൻ ഞാൻ വേണ്ടതുപോലെ, ഞാൻ വിചാരിച്ചതുപോലെ അച്ഛൻ എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചില്ല, പലർക്കും എന്നെ സഹായിക്കാമായിരുന്നു, എന്റെ സഹോദരങ്ങൾ എന്നെ സഹായിച്ചില്ല, പലരും കണ്ടു മാറി നിന്നു, അയൽക്കാർ എന്നോടൊരു സഹായം ചോദിച്ചില്ല എന്നൊക്കെ പലപ്പോഴും പരിഭവത്തോടെ സങ്കടത്തോടെ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, ഉഗ്രരൂപിയായ സാത്താൻ എന്റെയും നിങ്ങളുടെയും കുടുംബത്തെ നശിപ്പിക്കാതിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ കൂടിനെ മൂടുന്ന പരിശുദ്ധാത്മാവാകുന്ന വലിയ ആ ഒരു പുതപ്പ് നമ്മുടെ ഭവനത്തിന്മേൽ ഇട്ട് സൂക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായേ മതിയാവൂ. ഇവിടെ എലീശ പ്രവാചകനിലേക്ക് തിരികെ വരുമ്പോൾ എലീശ പ്രവാചകനോട് ആ സ്ത്രീ മറുപടിയായി പറയാ. എലീശ പ്രവാചകൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? പറ, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? ആ സ്ത്രീ മറുപടിയായി പറയാ, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും എന്റെ വീട്ടിലില്ല. ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നും എന്റെ വീട്ടിലില്ല. എലീശ പ്രവാചകൻ മറുപടിയായിട്ട് പറയാ, നീ നിന്റെ മക്കളെ വിട്, അയൽപക്കത്ത് ചെല്ല്, വെറും പാത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവാ. അങ്ങനെ കേട്ട് അവർ വെറും പാത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. വെറും പാത്രങ്ങളെല്ലാം മുറിക്കകത്ത് വെച്ചിട്ട് ഇവർ അകത്തു കയറി വാതിലടച്ചു പ്രാർത്ഥിച്ചു. എന്നിട്ട് ദൈവത്തിന്റെ വചനം ഇവിടെ എടുത്തു പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവൾ അകത്ത് കയറി പാത്രം ഒഴിച്ചു കൊടുത്തു. അവളുടെ മക്കളോ പാത്രങ്ങൾ പിടിച്ചു. അവളുടെ മക്കൾ പാത്രങ്ങൾ പിടിച്ചു, അവളോ ആ പാത്രങ്ങൾ നിറച്ചു. എന്നിട്ട് വീണ്ടും വീണ്ടും മക്കൾ പാത്രം തീർന്നുപോയി എന്ന് പറയും വരെയും അവൾ ഒഴിച്ചു കൊടുത്തു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിച്ചു കേട്ട ദൈവവചനം. പ്രിയമുള്ളവരെ, എന്താണ് ഈ ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്? ഈ ദൈവവചനം നമ്മളോട് സംസാരിക്കുകയാണ്, നീ അകത്ത് കയറി വാതിലടച്ച് എന്താണോ നിന്റെ മക്കളുടെ മുൻപിൽ പകർന്നു കൊടുക്കുന്നത് അതുമാത്രമായിരിക്കും എന്റെയും നിങ്ങളുടെയും മക്കളുടെ പ്രവർത്തികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും തിരികെ നമുക്ക് ലഭിക്കുന്നത്. നമുക്കെല്ലാം യേശു തമ്പുരാനെ പോലെയുള്ള മക്കളെ ഇഷ്ടമാണ്, ശരിയല്ലേ? നമുക്കെല്ലാം യേശു തമ്പുരാനെ പോലുള്ള മക്കളെ ഇഷ്ടമാണ്. നമുക്കെല്ലാം യോഹന്നാൻ സ്നാപകനെ പോലുള്ള മക്കളെ ഇഷ്ടമാണ്. ഒന്നുമില്ലെങ്കിലും നമുക്കെല്ലാം ശമൂവേലിനെ പോലെയെങ്കിലും ഉള്ള മക്കളെ
മക്കളെ ഇഷ്ടമാണ്. അപ്പോൾ പ്രിയ മാതാപിതാക്കളെ, നമ്മളോടായിട്ട് ദൈവത്തിന്റെ വചനം പറയാ, ഇപ്രകാരമുള്ള മക്കൾ ഏത് ഭവനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? യേശു എന്ന പൈതൽ ഉണ്ടായിരുന്നത് കൃപ നിറഞ്ഞവളായ മറിയാമിനും നീതിമാനായ യൗസേപ്പിന്റെയും കയ്യിലാണ് സ്വർഗം തന്റെ പുത്രനെ ദാനമായി കൊടുത്തത്. 2, നീതിമാനായ സക്കരിയ പുരോഹിതനും നീതിയുള്ളവളായ എലിസബത്തിന്റെയും കയ്യിലാണ് യോഹന്നാൻ എന്നൊരു പൈതലിനെ ദൈവം സ്വർഗത്തിൽ നിന്ന് ദാനമായി കൊടുത്തത്. എപ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഹന്നായിക്കും അവളോടൊപ്പം ഏത് കഷ്ടതയിലും ചേർത്ത് നിർത്തുന്ന എൽക്കാനയ്ക്കുമാണ് ശമൂവേൽ എന്നൊരു പൈതലിനെ ദൈവം ദാനമായി കൊടുത്തത്. പ്രിയമുള്ളവരെ, നമ്മളുടെ മക്കളിൽ നിന്ന് നന്മകൾ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മക്കളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഇത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മുൻപാകെ നമ്മൾ അനിന്യരും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആയിത്തീരേണ്ടതിന് സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ അവരുടെ മുൻപിൽ ജീവിക്കണം. അവരുടെ മുൻപിൽ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസ് പോലെ ജീവിച്ചിരിക്കണമെന്നാണ് ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഓരോ കുടുംബ ജീവിതക്കാരെയും ഓർമ്മിപ്പിക്കുന്നത്. ഈ കാലഘട്ടം വലിയ വെല്ലുവിളിയുടെ കാലഘട്ടമാണ്. സ്വാഗത പ്രസംഗത്തിൽ പ്രിൻസ് അച്ഛൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി, കോവിഡ് വന്ന് പിടിച്ചതോടുകൂടി നമ്മൾക്ക് കുറെ നാൾ ഇതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമുക്കാർക്കും ഇത് ഇങ്ങനൊരു യോഗങ്ങളോ കൂടിവരവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം നമുക്കൊരു അവസരം നൽകുകയായിരുന്നു. എന്തിന്? നമ്മുടെ ഭവനങ്ങളെയെല്ലാം ദേവാലയങ്ങളാക്കി മാറ്റാൻ. നമ്മുടെ ഭവനങ്ങളെയെല്ലാം ദേവാലയങ്ങളാക്കി മാറ്റുവാൻ 2 വർഷക്കാലം നമ്മളെ ഇരുത്തിയിട്ട്, പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനങ്ങളെ ദേവാലയങ്ങളാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചുവോ? ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ടും ഒന്നിച്ച് ജീവിച്ചിട്ടും എന്റെ ഭവനത്തെ ദേവാലയമാക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ അപ്പൻ എന്ന ഞാൻ എവിടെയാണ്? കുടുംബത്തിലെ അമ്മയെന്ന ഞാൻ എവിടെയാണ്? നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് കണ്ടു, എന്താണ്? പ്രായഭേദമില്ലാതെ, വംശഭേദമില്ലാതെ, വർഗഭേദമില്ലാതെ, രാജ്യഭേദമില്ലാതെ ജനങ്ങൾ കൂട്ടമായി മരിച്ചു വീഴുകയാണ്, അല്ലെ? അവരുടെ ശവങ്ങൾ ആരും തിരിഞ്ഞു നോക്കാതെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തില് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം അത് പറയുന്നുണ്ട്. വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണം നമ്മളുടെ കിളിവാതിലുകളിൽ കൂടി കയറി അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരന്റെ പിമ്പിലെ അരിപ്പിടി പോലെയും ചിതറിക്കിടക്കുന്നു. ഇത് കണ്ടവരാണ് നമ്മൾ. നമ്മളുടെ യോഗ്യതകൾ കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ അവശേഷിക്കുന്നത്? ഈ ഒരു വർഷം കൂടി തീർന്നിരിക്കുകയാണ്, അല്ലെ? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തില് ഒരു യജമാനൻ ഒരു വൃക്ഷത്തിന്റെ ഫലമന്വേഷിച്ചു വരുന്ന കാഴ്ചയുണ്ട്. വന്നപ്പോൾ പതിവ് പോലെ ആ വൃക്ഷത്തിൽ കായെ കാണാതിരുന്ന സമയത്ത് എടുത്തു പറയുന്നുണ്ട്, അത് കായ്ക്കുന്ന കാലമല്ലായിരുന്നു എന്ന്. അപ്പൊ അതിനർത്ഥം എന്താണ്? നമ്മളുടെ ജീവിതത്തിലും കായ്ക്കുന്ന കാലവും കായ്ക്കാത്ത കാലവും ഉണ്ട് എങ്കിൽ നമ്മളെ വെട്ടിമാറ്റുവാൻ യജമാനൻ ആവശ്യപ്പെടും. അതായത് സീസണലായ ഒരു ഭക്തി, നോമ്പിന്റെ സമയത്തൊരു ഭക്തി, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സമയത്തൊരു ഭക്തി, പിന്നെയും നമ്മൾ പഴയ മനുഷ്യരാണ് എങ്കിൽ വെട്ടിമാറ്റുവാൻ ഇവിടെ യജമാനൻ കാര്യവിചാരകനോട് കാര്യവിചാരകൻ മറുപടിയായിട്ട് പറയാ, 1 വർഷം കൂടി ഒന്ന് നിൽക്കട്ടെ, ഞാനിതിന് തടമെടുക്കാം, ഞാനിതിന് വളമിടാം, ഞാനിതിന് വെള്ളമൊഴിക്കാം. കായ്ച്ചെങ്കിലോ? നമ്മളെ ഓരോരുത്തരെയും നോക്കി, നമ്മളുടെ കുടുംബത്തെ നോക്കി, എത്രയോ നീതിമാന്മാർ ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടപ്പോൾ, എത്രയോ ശ്രേഷ്ഠരായവർ മാറ്റപ്പെട്ടപ്പോൾ, എത്രയോ നിഷ്കളങ്കരായവർ മാറ്റപ്പെട്ടപ്പോൾ, എത്രയോ അധികാരികൾ മാറ്റപ്പെട്ടപ്പോൾ, എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ നിർത്തിയിട്ട് കർത്താവ് പറയാ, 1 വർഷം കൂടെ നിന്ന് നോക്കട്ടെ, 1 വർഷം കൂടെ നിന്ന് നോക്കട്ടെ. ഒന്ന് വളമിടാം, ഒന്ന് വെള്ളമൊഴിക്കാം, ഒന്ന് ചെത്തി വെടിപ്പാക്കാൻ ഈ 1 വർഷക്കാലം ജീവിച്ചിരുന്നിട്ട് എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടില്ലെങ്കിൽ അയ്യോ കഷ്ടം. എന്തുകൊണ്ടാണ് നമുക്കിത് സാധിക്കാത്തത്? ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തതെന്ന്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ
നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എന്ന് കണ്ടറിയുന്നതിൽ മാത്രം പ്രശംസിക്കുവീനെന്ന് നമ്മളോട് പറയാ. എപ്പോഴെങ്കിലും ജീവിതത്തിന്റെ വഴികളിൽ ഞാൻ ജ്ഞാനിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനിതെന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. നമ്മളെക്കാൾ ജ്ഞാനമുള്ളവർ കടന്നുപോയി. ഞാൻ ധനവാനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ ദേശത്ത് പണ്ടൊന്നുമില്ലായിരുന്നെങ്കിലും ഇന്ന് ഞാൻ ആരൊക്കെയോ ആണ് എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും എന്റെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ സന്ധ്യയിൽ നമ്മളോട് പറയാ, നീ ധനവാനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പിന്നീട് പറയാണ്, നീ ബലവാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ബലവാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നതോ ദൈവത്തിന്റെ കരുണയിലും കൃപയിലും മാത്രമായിരിക്കണം. ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം പറയുകയാണ്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. നമ്മളോട് പറയാണ്, നമ്മുടെ കണ്ണിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു, കേൾക്കരുതാത്ത കഴിവുകൾ നമ്മൾ കേട്ടു, സഹിക്കാൻ വയ്യാത്തത് നമ്മൾ അനുഭവിച്ചു, അല്ലേ? നമ്മളോട് കർത്താവ് പറയാ, ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. നിന്റെ കുടുംബ ജീവിതത്തിൽ നിന്റെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. നിന്റെ വ്യക്തി ജീവിതത്തിൽ നിന്റെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. നിന്റെ സാമൂഹ്യ ജീവിതത്തിൽ നിന്റെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. കർത്താവ് നമ്മളോട് ചോദിക്കുക, നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന്. എന്റെ മുൻപിൽ നിനക്ക് എന്താണ് വെക്കാനുള്ളത്? ഇത് കേട്ടിട്ട് ദാവീദ് രാജാവ് ഇതിന് മറുപടി പറയുന്നുണ്ട്. 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തില് ദാവീദ് പറയുകയാണ്, ആകയാൽ അടിയന്റെ ഗൃഹമിതാ അവിടുത്തെ തിരുമുൻപാകെ ഇരിക്കുന്നു. അടിയനോട് പ്രസാദം തോന്നി അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കും ദൈവസന്നിധിയിൽ പറയാം. ആകയാൽ ഞങ്ങളുടെ ഗൃഹങ്ങളും ഇതാ അവിടുത്തെ തിരുമുൻപാകെ ഇരിക്കുന്നു. ഗൃഹം എന്ന വാക്ക് നമുക്കെല്ലാം വളരെ പരിചിതമാണ്. 3 ഗൃഹങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മളാകുന്ന ഗൃഹം. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ മറുപടി പറയാത്തവരാണോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പോൾ ദൈവം വസിക്കുന്ന ഗൃഹമായ ഞാൻ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കണം? 2, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഓരോ ഗൃഹങ്ങളും നമ്മുടെ വീടുകൾ, അല്ലെ? 3, മൂന്നാമത്തെ ഗൃഹം, ഈ ഭൂമി ഒരു ഗൃഹമാണ്, ശരിയല്ലേ? കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നില്ലേ? എർത്ത് ഈസ് എ പ്ലാനറ്റ്, അല്ലെ? ഭൂമി ഒരു ഗൃഹമാണ്. ഈ ഗൃഹം, ഇതിനെ സംരക്ഷിക്കാനുള്ള, ഇതിന്റെ സാമൂഹ്യ ജീവിതവും സംരക്ഷിക്കപ്പെടാനുള്ള ബോധ്യവും നല്ല ബോധനവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ മാനിക്കപ്പെടുന്നത്. ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ആകയാൽ ഒന്നാമതായി 2 കൊരിന്ത്യർ 2-ാം അധ്യായം 15-ാം വാക്യം നമ്മളോട് പറയുകയാണ്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു എന്ന്. ഇപ്രകാരം നമ്മുടെ കയ്യിലുള്ളതിനെ ദൈവത്തിന് സമർപ്പിപ്പാൻ ഒന്നാമതായി നാം ചെയ്യേണ്ടത്, നാം ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീരണം. ഭവനത്തിൽ എന്റെ സാന്നിധ്യം സൗരഭ്യവാസനയാണോ? സമൂഹത്തിൽ എന്റെ സാന്നിധ്യം ഒരു സൗരഭ്യവാസനയാണോ? ഞാൻ നിൽക്കുന്നിടത്ത് സുഗന്ധം പരത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നും ഭൂമിയുടെ വെളിച്ചമാകുന്നു എന്ന്. അതുപോലെ തന്നെ ഇവിടെ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകണമെന്ന്. എങ്ങനെയാണ് നമുക്ക് സൗരഭ്യവാസനയാകാൻ സാധിക്കുന്നത്? നമുക്ക് എങ്ങനെയുള്ളവരുടെ ഇടയിലാണ്? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും സൗരഭ്യവാസനയാകണം, മാതൃകയായി തീരണം. ആയതിന് നാം ഒന്നാമതായി ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിന്റെ നിയോഗങ്ങളെ ഏറ്റെടുക്കണം. ഈ 21-ാം നൂറ്റാണ്ടില് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകണമെന്നൊന്നുമല്ല, എന്നാൽ ക്രിസ്തുവിന് വേണ്ടി ഒരു സാക്ഷിയെങ്കിലും ആകാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതം കൊണ്ട്, ഈ ക്രിസ്തീയ ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ? രക്തസാക്ഷികളുടെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓർക്കുക, ജീവിക്കുന്ന സാക്ഷികളാകാൻ ഇന്ന് ചുറ്റും ഭക്തിയുടെ വേഷങ്ങളുണ്ട്, എന്നാൽ ശക്തിയുള്ള സാക്ഷ്യങ്ങൾ ഇല്ലാതെ പോകുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഭവനങ്ങൾ. ക്രിസ്തു അനുഭവമുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾ സൗരഭ്യമുള്ളവരായി തീരണം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ
ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യം ആരെ കുറിച്ചാ? നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാ, അല്ലെ? സ്കൂളിൽ ഇരിക്കുമ്പോ പോലും ഫോൺ കൊടുത്തു വിടാൻ പറ്റുമെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ്. ഇപ്പൊ എന്താ, എന്റെ കുഞ്ഞു ഉച്ചയ്ക്ക് അവിടെ ഉണ്ടോന്ന്? ഇതൊന്നുമില്ലാത്ത കാലത്തും മാവിലും പറങ്കിയിലും ഒക്കെ കയറി ചാടിയും ഒക്കെ സ്കൂളിൽ ചെന്ന സമയത്തും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് വരാതിരുന്ന സമയത്തും ആ മാതാപിതാക്കൾക്ക് എന്തില്ലായിരുന്നു? കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു ഭയമില്ലായിരുന്നു. എന്നാൽ ഇന്ന് ഒരു നശിച്ച കാലമാണെന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അതുകൊണ്ടാണ് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നമ്മൾ ക്രിസ്തുവിന്, ദൈവത്തിന് ക്രിസ്തുവിനെ പോലെ എന്താവണം? ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നത്? ഒന്ന്, നമ്മുടെ ജീവിതത്തിന്റെ നിയോഗങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമുക്ക് ഏറ്റവും സാധിക്കാത്തത് എന്താണെന്നറിയോ? നമ്മുടെ നിയോഗങ്ങളെ തിരിച്ചറിയാനാ. നമുക്ക് പരാതികളാണ്, നമുക്ക് പരാധീനതകളാണ്. ഞാൻ ഇങ്ങനൊരു ജീവിതം ആയിരുന്നില്ല, ഞാൻ ഇങ്ങനൊരു ജീവിതം ആയിരുന്നില്ല ആഗ്രഹിച്ചിരുന്നത്, ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കണമെന്നല്ല വിചാരിച്ചിരുന്നത്, ഇങ്ങനൊരു ജീവിത പങ്കാളി ആയിരുന്നില്ല എനിക്ക് വേണ്ടിയിരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുടെയും ഉത്തരത്തിന്റെയും മുൻപിൽ, അസാധ്യങ്ങളുടെ മുൻപിൽ നമ്മളുടെ നിയോഗങ്ങളെ തിരിച്ചറിയുവാൻ കുടുംബ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമാകുന്നത്. ഇവിടെ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തില് നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു കഥാപാത്രമാണ് മോശ, അല്ലെ? മോശയുടെ ജനനം നടക്കുകയാണ്. മോശയുടെ ജനനം നടക്കുമ്പോൾ എബ്രായരുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയണമെന്ന് ഫറവോയുടെ കൽപ്പനയുണ്ടായിരുന്ന കാലം ഈ ദമ്പതിമാർ ഈ എബ്രായ കുഞ്ഞിനെ ഭവനത്തിനകത്ത് വെച്ച് വളർത്തുകയാണ്. എന്നാൽ അത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്നവര് ആലോചിച്ചു. അവന്റെ പെങ്ങൾ അവനെ ഒരു ഞാങ്ങണപ്പെട്ടിക്കകത്താക്കി. എന്നിട്ട് ഫറവോയുടെ പുത്രി കുളിക്കാൻ വരുന്ന കടവിലേക്ക് ഈ കുഞ്ഞിനെ തെള്ളി മാറ്റിയിട്ട് ദൂരത്ത് നിന്നവൾ മാറി നിന്ന് നോക്കുകയാണ്. ഫറവോയുടെ പുത്രി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ ഓടുകയാണ്. ഓടി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും എത്ര നിസ്സാരമാണ്. എന്നാൽ മുതലകൾ തിങ്ങിപ്പാർക്കുന്ന നൈൽ നദിയുടെ തീരത്തുകൂടി വേണമായിരുന്നു സ്വന്തം ജീവനെ വകവെക്കാതെ അവൾക്ക് ഓടേണ്ടിയിരുന്നത്. ഓടിയവൾ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ ചെന്നു. ഞാങ്ങണപ്പെട്ടി അവൾ തന്നെ ചൂണ്ടിക്കാണിച്ചു. അവൾ തന്നെ ഞാങ്ങണപ്പെട്ടി വലിച്ചെടുത്തു. അവൾ അത് തുറന്നിട്ട് ഈ കുഞ്ഞിനെ കാണിച്ചിട്ട് ഫറവോയുടെ പുത്രിയോട് പറയുകയാണ്, അല്ലയോ രാജകുമാരി, എത്ര കോമള വദനനായ ഒരു ബാലൻ. രാജകുമാരി അത് ഏറ്റു പറഞ്ഞു. കൂടെ അവൾ ചോദിക്കുകയാണ്, ഇവന് പാല് കൊടുക്കുവാൻ ഒരമ്മയെ വേണ്ടയോ? ഇതൊരു എബ്രായ പൈതലാണെന്ന് തോന്നുന്നു. രാജകുമാരി കൊട്ടാരത്തിൽ ചെന്ന്, ആ കൊട്ടാരത്തിലെ കൽപ്പന എന്തായിരുന്നു? എബ്രായ കുഞ്ഞുങ്ങളെ കൊന്നുകളയണം. എന്നാൽ ആ കൽപ്പന നിലനിൽക്കുമ്പോൾ തന്നെ മോശയുടെ അമ്മ തന്നെ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയും കൊട്ടാരത്തിൽ നിന്ന് പണം കൊടുത്ത് ഈ കുഞ്ഞിനെ വളർത്തത്തക്കവണ്ണം ദൈവത്തിന്റെ നിയോഗത്തെ തിരിച്ചറിഞ്ഞവളായിരുന്നു ഈ മിരിയാം എന്ന ആ കൊച്ചു സഹോദരി. നമ്മുടെ എല്ലാം ജീവിതത്തില് അസാധ്യമായ പല മേഖലകളുമുണ്ട്. അത് സാധിക്കില്ല, ഇപ്പോൾ ഇല്ല, കാലഘട്ടം ഇങ്ങനെയാണെന്ന് നമ്മൾ പരാതി പറയും. ഇപ്പോൾ ഇങ്ങനെയാണ്, നമ്മളുടെ മുൻപിൽ നമുക്ക് നിയോഗങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, നമ്മുടെ കുടുംബങ്ങളിൽ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അസാധ്യതകളുടെ നടുവിൽ നിയോഗങ്ങളെ തിരിച്ചറിയുവാൻ നാം ഓരോരുത്തരും എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അവരുടെ വിശ്വാസത്തിന്റെ നായകനായ മോശ എന്നൊരു എബ്രായ ബാലൻ വളർത്തപ്പെട്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളും അസാധ്യതകളുടെ നടുവിൽ, ഈ വഷളത്വത്തിന്റെ നടുവിലും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണമെങ്കിൽ കുടുംബജീവിതത്തിൽ നിയോഗങ്ങൾ തിരിച്ചറിയണം, സാഹോദര്യ ബന്ധങ്ങളിൽ നിയോഗങ്ങൾ തിരിച്ചറിയണം. പ്രാർത്ഥന എന്ന ഭക്തൻ എന്ന നിലയിൽ തന്റെ നിയോഗം തിരിച്ചറിഞ്ഞ് മക്കളുടെ മുൻപിൽ മാതൃകയാകുവാൻ പ്രിയമുള്ളവരെ നമ്മൾക്ക് സാധിക്കുമ്പോൾ നമ്മളെല്ലാം ക്രിസ്തുവിന് സൗരഭ്യവാസനയുള്ളവരായി തീരുകയാണ്. രണ്ടാമതായി, നിയോഗങ്ങൾ തിരിച്ചറിയേണ്ടവർ ബലഹീനതയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതം സൗരഭ്യവാസനയാക്കി മാറ്റുന്നത്. ഇവിടെ 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായത്തില് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട്, നാബാലും അബിഗേലും. നാബാലും
അബിഗയിലും. ഇങ്ങനെയാണ് പറയുന്നത്, നാബാൽ കാലേബ് വംശജനാണ്, ഉന്നത കുലജാതനാണ്, വലിയ ധനികനാണ്. അവന്റെ ഭാര്യയായ അബിഗയിലോ സുന്ദരിയും വിവേകമതിയുമായിരുന്നു. വേദപുസ്തകം ഇങ്ങനെയാണ് സാക്ഷിക്കുന്നത്. തന്റെ ഭർത്താവ് കാലേബ് വംശജനാണ്, വലിയ കുടുംബത്തിലെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ദേശത്തിലേക്ക് കല്യാണമൊക്കെ ആലോചിച്ച് ഇങ്ങോട്ട് വന്നത്, അല്ലെ? വലിയ കുടുംബക്കാരാണ്. അത് പറയാൻ നമ്മളോളം ഇത്രയും വലിപ്പം കാണിക്കുന്നവരും മറ്റാരുമില്ല. പക്ഷെ എല്ലാവരെക്കാളും വലുത് ആരാന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മളാണ് ഈ ദേശത്തിലെ ഏറ്റവും വലിയ. അത് നമ്മുടെ ഒരു പ്രസ്റ്റീജ്, അത് പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാളായിരുന്നു നാബാൽ. കാലേബ് വംശജനാണ്. എന്നാൽ നാബാൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദുഷ്കർമ്മി എന്നും ഭോഷൻ എന്നുമാണ്. അവന്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ ഭവനത്തിൽ ആടിനെ രോമം കത്രിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. അവിടെ ധാരാളം പേർ വിരുന്നിനായി കടന്നു വന്നു. ഈ വിരുന്നറിഞ്ഞിട്ട് ദാവീദിന്റെ ആളുകളും ഈ വിരുന്നിലേക്ക് സംബന്ധിക്കുവാൻ കടന്നു വരികയാണ്. ദാവീദിന്റെ ആളുകളെ കണ്ടപ്പോൾ അവരെ വിരുന്നുശാലയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്, ഈശായിയുടെ പുത്രനാര്, ദാവീദാര്, അവർക്കെന്താണ് ഇവിടെ കാര്യമെന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് നാബാലിന്റെ ദാസന്മാർ നാബാലിന്റെ ഭാര്യയായ അബിഗയിലിനോട് പറയുകയാണ്, ഇത് നല്ലതിനല്ല. കാരണം നമ്മളുടെ ആളുകൾ അവരുടെ വെളിമ്പ്രദേശത്തായിരുന്നപ്പോൾ നമുക്കൊരു മതില് പോലെ നിന്ന് കാത്തു പരിപാലിച്ചവരാണ് ദാവീദിന്റെ ആളുകൾ. ഈ വാർത്ത ദാവീദ് അറിഞ്ഞാൽ ദാവീദ് പടയൊരുക്കവുമായി ഇങ്ങോട്ട് വന്ന് ഈ കുലത്തെ മുഴുവൻ മുടിച്ചു കളയും. അബിഗേൽ വിവേകമതിയായ ഭാര്യയായിരുന്നു. അവൾ വാപൊത്തി മിണ്ടാതെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് വേണ്ടതെല്ലാം കരുതി മുന്തിരിയടയും വീഞ്ഞുമായിട്ട് ദാവീദിനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകുകയാണ്. പോകുമ്പോൾ ദൂരെ നിന്ന് ദാവീദ് പടയൊരുക്കവുമായി ഇങ്ങോട്ട് വരുന്ന കാഴ്ച കണ്ടു. അബിഗേൽ പെട്ടെന്ന് തന്നെ ചാടിയിറങ്ങി തന്റെ ഭർത്താവിന്റെ തെറ്റുകളും കുറവുകളും ദാവീദിന്റെ മുൻപിൽ പറയുകയാണ്. ദാവീദ് പറഞ്ഞു, ക്ഷമിക്കുക എന്നത് സാധ്യമല്ല, ക്ഷമിക്കുക എന്നത് സാധ്യമല്ല. എന്നെയും എന്റെ ഭവനത്തിലുള്ളവരെയും അപമാനിച്ചവരോട് ക്ഷമിക്കുക എന്നത് സാധ്യമല്ല. എന്നാൽ അബിഗയിലാകട്ടെ വളരെ ബുദ്ധിപൂർവം ദാവീദിന്റെ കാലിലേക്ക് വീണിട്ട് തന്റെ ജീവിത പങ്കാളിയുടെ കുറവുകളെ മുഴുവൻ ഏറ്റുപറഞ്ഞ്, അനുഗ്രഹിക്കാതെ കടന്നു പോകരുതേ, ഞങ്ങളെ കൊന്നുകളയരുതേ എന്ന് പറഞ്ഞ് കാലിൽ വീണു. അവളുടെ തക്ക സമയത്തെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ദാവീദ് അബിഗയിലിനെ കണ്ടിട്ട് പറയുകയാണ്, അല്ലയോ യുവതി, നിന്റെ വിവേകം സ്തുത്യം, അല്ലയോ യുവതി, നിന്റെ വിവേകം സ്തുത്യം. അങ്ങനെ ദാവീദ് തിരിച്ചു പോകുകയും അബിഗേൽ ഭവനത്തിലേക്ക് വന്നപ്പോൾ മദ്യപിച്ച് ഉന്മത്തനായി കിടക്കുന്ന നാബാലിനെ കണ്ടു. അന്നേരം ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം കാര്യങ്ങളെ അറിയിച്ചപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം നാബാൽ മനസ്സിലാക്കിയത്. ദാവീദ് നാബാലിനോട് ക്ഷമിച്ചുവെങ്കിലും യഹോവയാം ദൈവം നാബാലിനോട് ക്ഷമിച്ചില്ല. നാബാൽ ഏറെ ദിവസം കഴിഞ്ഞപ്പോൾ സന്ദർശിക്കപ്പെട്ടു. നാബാൽ മരണപ്പെട്ടു. പിന്നീട് ഈ വാർത്തയറിഞ്ഞ് ദാവീദ് അബിഗേലിനെ തന്റെ രാജ്ഞിയായി സ്വീകരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ ഒരു കുടുംബ പശ്ചാത്തലം നമ്മുടെ ജീവിതവുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. നമ്മുടെ എല്ലാം ജീവിത പങ്കാളി, നമ്മുടെ എല്ലാം മക്കള്, നമ്മുടെ എല്ലാം മരുമക്കള്, പലപ്പോഴും നമ്മൾ പറയും, നമ്മൾ വിചാരിച്ചത് പോലെയല്ല, പിന്നെ ഞാനായതുകൊണ്ട് അങ്ങ് സഹിച്ചുകൊണ്ട് പോകുന്നു എന്നേ ഉള്ളൂ എന്ന്. എന്നാൽ ഇവിടെ എപ്പോഴും ഇപ്പൊ നമ്മൾ പറയുമെങ്കിലും എപ്പോഴും പരിഭവിക്കുന്നവരാണ്. നാബാല് വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി വാഗൊണ്ട് പറഞ്ഞ വാക്കിന് അബിഗേൽ മറുപടി പറഞ്ഞില്ല. എന്നാൽ നമ്മുടെയൊക്കെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു രീതി എന്താണ്? ഒന്ന് മദ്യപിച്ചിട്ട് വരുന്നയാള് പാട്ടുപാടി ബഹളം വെച്ച് വീട്ടിലേക്ക് വരും. അല്ലെങ്കിൽ പ്രശ്നം തുടങ്ങുന്നയാള് 5 മിനിറ്റ് ആയിരിക്കും സംസാരിക്കുന്നത്. ബാക്കിയുള്ള 1.5 മണിക്കൂർ ആ വീട്ടിലുള്ള ആളായിരിക്കും. ബാക്കി 1.5 മണിക്കൂർ ആരാ സംസാരിക്കുക? അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ മദ്യപിച്ചത്? നമുക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നും, ആരാണ് മദ്യപിച്ചത്? ഏത് പ്രശ്നവും തുടങ്ങുന്നയാള് നിർത്തിയാലും കൂടിച്ചേരുന്നയാള്. ഇപ്പോൾ ഭയങ്കരമായ മഴ പെയ്തു. എവിടെയെങ്കിലും ഒരു ശകലം വെള്ളം ചോർന്നിരുന്നെങ്കിൽ എല്ലാവരും കൂടെ പോയി എന്ത് ചെയ്തേനെ? ടാർപ്പ. ഇവിടെ ഒരു പ്രദക്ഷിണം നടക്കുകയാണ്. എല്ലാവരും ആരായിരിക്കും? നിയന്ത്രിക്കുന്നവരായിരിക്കും, നടക്കുന്നവരായിരിക്കില്ല, അല്ലേ? നമുക്കെല്ലാം മറ്റുള്ളവരെ നിയന്ത്രിക്കാനാണ് ഇഷ്ടം.
നമുക്കെല്ലാം മറ്റുള്ളവരെ വഴി കാണിക്കാനാണ് ഇഷ്ടം, കുരുടന് വഴി കാണിക്കുന്നത് പോലെ. എന്നാൽ അബിഗേലാകട്ടെ മിണ്ടാതെ തക്ക സമയത്ത് വേണ്ടതെല്ലാം കരുതി കാണേണ്ടവനെ കാണുകയാണ് ചെയ്തത്. പ്രിയമുള്ള മാതാപിതാക്കളെ, എന്റെ ഭാര്യയ്ക്കൊരു കുറവുണ്ടെങ്കിൽ, എന്റെ ഭർത്താവിനൊരു കുറവുണ്ടെങ്കിൽ, എന്റെ മരുമക്കൾക്ക് കുറവുണ്ടെങ്കിൽ, എന്റെ കൊച്ചുമക്കൾക്ക് കുറവുണ്ടെങ്കിൽ, വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതുകൊണ്ട് അതിനൊരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന് നല്ല ബോധ്യമുള്ളവരാണ് നമ്മൾ. പിന്നെ എന്തിനാണ് പറഞ്ഞ് അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുന്നത്? പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളല്ലേ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്നത്. എന്നിട്ട് പറയും, എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ, എന്റെ മനസ്സിലെങ്ങും പറയും, മനസ്സിലെങ്ങും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയാ, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്രേ. വെറുതെ ഒന്നുമല്ല പറയുന്നത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് എന്റെ ജീവിത പങ്കാളിയുടെ കുറവുകള്, എന്റെ മാതാപിതാക്കളുടെ കുറവുകള്, എന്റെ സഹോദരങ്ങളുടെ കുറവുകള് ഉറക്കെ വിളിച്ചു പറഞ്ഞ് പരസ്പരം മുറിവുകൾ ഉണ്ടാക്കുകയല്ലാതെ എന്താ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടായിരിക്കുന്നത്? നമ്മളെല്ലാം ഭക്തന്മാരാണല്ലേ, ദൈവത്തെ ഒന്ന് നേരിട്ട് കാണാൻ ആഗ്രഹമുള്ളവരല്ലേ. എന്നാൽ ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നുവെന്നാണ് യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ആർ നമ്മിൽ വസിക്കുന്നു? ദൈവം നമ്മിൽ വസിക്കുന്നു. എനിക്ക് ദൈവത്തെ സ്നേഹമാണെന്ന് പറഞ്ഞ് സഹോദരനെ പകച്ചാൽ എന്ത് സംഭവിക്കും? 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാം വാക്യം പറയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ കള്ളനാകുന്നു. ഇപ്പോൾ മനസ്സിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കയറി വരും. എന്റെ സഹോദരൻ എന്നോട് ചെയ്തത്, എന്റെ ജീവിത പങ്കാളി എന്നോട് ചെയ്യുന്നത്, എന്നോടൊന്ന് സൗമ്യമായി ഇടപെടാത്തത്, മക്കൾ എന്നെ സ്നേഹിക്കാത്തത്, ഇതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അബിഗേലിനെ പോലെ ചെല്ലേണ്ടവന്റെ അടുത്തേക്ക് ചെല്ലണം, കാഴ്ച അർപ്പിക്കേണ്ടവന്റെ മുൻപിൽ കാഴ്ച അർപ്പിക്കണം, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം, അവന്റെ മുൻപിൽ മുട്ടുമടക്കണം, അവന്റെ മുൻപിൽ പതിവായി മുട്ടുമടക്കി കണ്ണുനീരുകൊണ്ട് അവന്റെ പാദങ്ങളെ കഴുകണം. മാറാത്തതായ ഒരു പ്രശ്നവും ലോകത്തിലില്ല. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വലിയൊരു ചെങ്കടലുണ്ടായിരുന്നു, ശരിയല്ലേ? അവരുടെ പിൻപിൽ ഫറവോന്റെ സൈന്യമുണ്ടായിരുന്നു. അവർക്ക് ആശ്രയിപ്പാൻ ഒന്നുമില്ലായിരുന്നെങ്കിലും അവർക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ടായിരുന്നു. ചെങ്കടലിന്റെ മുൻപിൽ വഴി തുറന്നവനായ ഒരു ദൈവം, ബലഹീനതയുടെ മുൻപിൽ ബലപ്പെടുത്തുന്നവനായ ഒരു ദൈവത്തെ പ്രാർത്ഥനയിലൂടെ കുടുംബങ്ങളിൽ കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഈ ദേശത്ത് സൗരഭ്യവാസനയുള്ളവരായി നമ്മൾ തീരുന്നത്. അല്ല എങ്കിൽ ജീവിച്ചിങ്ങനെ മരിച്ചു പോകത്തേയുള്ളൂ, ജീവിച്ച് കാലം തീർത്തു പോകുകയുള്ളൂ. ഇവിടെ ആ പക്ഷി കൂടിന്റെ മുകളിൽ ഇല വെച്ച് തന്റെ കൂടിനെ സംരക്ഷിച്ചതുപോലെ നമ്മുടെ കൂടെയുള്ളവരുടെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മെ നോക്കി സ്വർഗം പറയും, അല്ലയോ ഭവനത്തിലെ അപ്പൻ, നിന്റെ വിവേകം സ്തുത്യം, അല്ലയോ ഭവനത്തിലെ അമ്മേ, അല്ലയോ ഭവനത്തിലെ മക്കളെ, നിങ്ങളുടെ വിവേകം സ്തുത്യം. ആകയാൽ നമ്മുടെ ജീവിതത്തിന്റെ നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൗരഭ്യവാസനയുള്ളവരാകാം. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളെ, കൂടെയുള്ളവരുടെ ബലഹീനതകളെ അറിഞ്ഞുകൊണ്ട്, ബലഹീനതയോടുകൂടി അവരെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തില് സൗരഭ്യവാസനയുള്ളവരായി തീരാം. രണ്ടാമതായി, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നുവെന്ന്. ദൈവത്തിനു വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് നമ്മോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി ഈ ദേശത്ത് ജീവിക്കുവാൻ, മാതൃകയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ പറയും സാധിക്കാറുണ്ട്, അത്ര കുഴപ്പമൊന്നും ഇല്ല. കഷ്ടതയിൽ ദൈവത്തിന്റെ മുഖം കാണാറുണ്ടോ? കഷ്ടതയിൽ മാത്രമേ മുഖം കാണാറുള്ളൂ. നമ്മുടെ ഭക്തിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തെയല്ല നമുക്കിഷ്ടം, നാം സംരക്ഷിക്കുന്ന ദൈവത്തെയാണ്. നമ്മൾ ചില മാനദണ്ഡങ്ങളൊക്കെ ദൈവത്തിന് വെച്ചിട്ടുണ്ട്. ഭക്തന്മാരെക്കാൾ ആവശ്യം
മക്കളെയാണ് ദൈവത്തിന്. ഭക്തന്മാരുടെ സമൂഹത്തെക്കാൾ കൂടുതല് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവം, നീ എനിക്കുള്ളവനാ. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ആയിരിക്കുമ്പോൾ ഞാൻ നിന്നെ മെടഞ്ഞ ദൈവം. അപ്പനായ ദൈവം ആഗ്രഹിക്കുന്നത് മക്കളായ നമ്മുടെ മടങ്ങിവരവാണ്. ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതിയാകുവാൻ ഭവനത്തിൽ എന്നെ കാണുന്നവന് ക്രിസ്തുവിനെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഭയങ്കര ഭക്തരാ നമ്മളല്ലേ, ഭക്തരല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ കടന്നു വന്നത്. എന്നാൽ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം പറയാ, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. തന്റെ നാവിന് കടിഞ്ഞാണിടാത്തവൻ തന്റെ ഹൃദയത്തെ വഞ്ചിക്കുന്നു, തന്നെ താൻ വഞ്ചിക്കുന്നു. പിന്നെ അവൻ എങ്ങനെ ക്രിസ്തുവിന്റെ സ്ഥാനപതിയാകാൻ സാധിക്കും? ക്രിസ്തുവിന്റെ, ദൈവത്തിന്റെ സ്ഥാനപതിയായ ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ്. ഇയ്യോബിനെ അറിയോ? ഇയ്യോബ് ആരായിരുന്നു? ദൈവത്തിന്റെ സ്ഥാനപതിയായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തില് 3 പ്രാവശ്യമാണ് യഹോവയാം ദൈവം ഇയ്യോബിനെ കുറിച്ച് പറയാണ്, എന്റെ ദാസനായ ഇയ്യോബോ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണെന്ന് ആരാ പറഞ്ഞത്? യഹോവയുടെ വായാണ് പറഞ്ഞത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം. വീണ്ടും വീണ്ടും യഹോവയാം ദൈവം ഈ ലോകത്തിന്റെ മുൻപിലും സാത്താന്റെ മുൻപിലും പറയാ, എന്റെ ദാസനായ ഇയ്യോബ്, എന്റെ ദാസനായ ഇയ്യോബ് ഏത് കഷ്ടത്തിൽ കൂടെ പോന്നാലും അവൻ ദോഷം വിട്ടകലുന്നവനാണ്, അവൻ ദോഷം ചെയ്യുന്നവനല്ല, അവനെ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്. നമ്മളെ നോക്കി ക്രിസ്ത്യാനി എന്ന പേരുണ്ടല്ലോ, ക്രിസ്തുവിന്റെ സ്ഥാനപതിയായ എന്ന് അവകാശപ്പെടുന്ന നമ്മളെ നോക്കിയിട്ട് സ്വർഗത്തിന് പറയാൻ സാധിക്കുമോ? അവൻ നേരുള്ളവനാണ്, അവൾ നേരുള്ളവളാണ്, നിഷ്കളങ്കരാണ്, ദോഷം വിട്ടകലുന്നവരാണ്. കുടുംബത്തിന് ദോഷം, സ്വയം ദോഷം ചെയ്യാതെ ജീവിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇയ്യോബിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലോർക്കും, ഞാനും ആർക്കും ആരെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? പറയും. ആരെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടോ? ഞാനും ആർക്കും ഗുണം ചെയ്യുന്നുണ്ടോ? അതുമില്ല. ദോഷം ചെയ്യുന്നുണ്ടോ? ഇല്ല എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. ഗുണം ചെയ്യുന്നുണ്ടോ? 1 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം പറയാണ്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം കൂടാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും കാത്തുകൊള്ളണം. ദോഷം വിട്ടകന്നോ ഗുണം ചെയ്യണം. ജീവനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശുഭകാലം, മക്കളുടെ കാലം, തലമുറയുടെ നല്ല കാലം കാണാൻ നമ്മൾ കാംക്ഷിക്കുന്നുണ്ടെങ്കിൽ ദോഷം കൂടാതെ നാവിനെ ക്രിസ്തുവിന്റെ സ്ഥാനപതിയാണെന്ന് പറയുകയും ദൈവത്തിന് നിരക്കാത്ത സംസാരം സംസാരിക്കുകയും ചെയ്യരുത്. അല്ലേ? കാരണം എന്താണ്? ആവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, യെശൂരിന്റെ ദൈവത്തെ പോലെ ആരുള്ളൂ? പുരാതന ദൈവം നമ്മുടെ സങ്കേതം, കീഴേ ശാശ്വത. നമ്മളത് എപ്പം മാത്രമേ ഓർക്കാറുള്ളൂ? കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ശാശ്വത ഭുജങ്ങളിന്മീതെ നിർഭയനായി ഞാൻ വസിച്ചിടും. ശാശ്വത ഭുജങ്ങളിന്മീതെ നിർഭയനായി ഞാൻ വസിച്ചിടും. കഷ്ടനഷ്ട ശോധനകളിലാണ് കർത്താവിന്റെ മുഖം നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അല്ലാത്ത സമയത്ത് ഒരു പരുവത്തിനുള്ള പ്രാർത്ഥനയൊക്കെ നമുക്ക് ഉള്ളൂ. എന്നാൽ ക്രിസ്തുവിന്റെ സ്ഥാനപതിയായി ഈ ഭൂമിയിൽ നിൽക്കേണ്ട നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ തലമുറയ്ക്ക് മുൻപിൽ മാതൃകയാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 2, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ തലമുറയ്ക്ക് മുൻപിൽ മാതൃകയാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 3, ആരാധനയിൽ തലമുറയ്ക്ക് മുൻപിൽ മാതൃകയാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഈ 2 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഭവനങ്ങൾ എന്തായി മാറിയേനെ? ദേവാലയങ്ങളായി മാറിയേനെ. കോവിഡിന്റെ ആദ്യ സമയത്ത് ഭയങ്കര സങ്കടമായിരുന്നു നമുക്ക്. എന്തായിരുന്നു? പള്ളി പോവാൻ അച്ഛാ ഭയങ്കര സങ്കടം. അച്ഛാ
പള്ളി പോവാൻ. പിന്നെ അച്ഛൻ പറയും സാരമില്ല, ഇന്ന ലൈവ് ഒക്കെ ഉണ്ട്, കണ്ടാ മതി. അങ്ങനെ ആദ്യമൊക്കെ ലൈവ് കാണാൻ നേരത്ത് എങ്ങനെയായിരുന്നു? പള്ളി വരുന്നത് പോലെ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു 2 ആഴ്ച. 3-ാമത്തെ ആഴ്ച പ്രാർത്ഥന ഉണ്ടായിരുന്നു, പിന്നെ പുതിയ ഡ്രസ്സൊന്നും നമ്മൾ അങ്ങനെ കുഴപ്പമില്ലല്ലോ, രാത്രി ഒന്ന് അത്രയായി. 2 ആഴ്ചയും കൂടെ കഴിഞ്ഞപ്പോ എന്തായി? അടുക്കളയിൽ നിന്നാണെങ്കിലും എന്ത് ചെയ്താൽ മതി? മുൻവശത്തെ സ്റ്റെപ്പിൽ ഇരുന്ന് നഖം വെട്ടിക്കൊണ്ടാണെങ്കിലും അപ്പൻ കുർബാന കാണും, അടുക്കളയിൽ നിന്ന് ആരും കുർബാന കാണും. അപ്പോൾ മക്കൾ എങ്ങനെ കുർബാന കാണാൻ തുടങ്ങി? കട്ടിലെ കിടന്നു കുർബാന കാണാൻ തുടങ്ങി. അങ്ങനെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമ്മൾ എന്ത് സംഭവിച്ചു? നമുക്ക് അലസത വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കാതെ നമ്മുടെ മക്കൾ അതിവേഗത്തിൽ ഓടിത്തുടങ്ങി. ഈ വർഷം കേരള സംസ്ഥാനം ലഹരി വിമുക്ത കേരളമാണ് ഈ വർഷത്തെ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ തീം. എന്നാൽ മാതാപിതാക്കളുടെ ലഹരി എന്താണെന്നറിയുന്ന മക്കളാ. നമ്മുടെ ഏറ്റവും വലിയ ലഹരി ആരാണെന്നറിയോ? മക്കളെ നീതീകരിക്കുന്ന, മക്കളെ എവിടെയും നീതീകരിക്കുന്ന ഒരു മാതാപിതാക്കളുടെ കൂട്ടമായി മാറിയിരിക്കുകയാണ്. എന്റെ മോൻ മുടി വെട്ടാഞ്ഞാൽ, എന്റെ മോൻ കമ്മലിട്ട് ക്ലാസ്സിൽ വന്ന ടീച്ചർക്ക് പഠിപ്പിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് അവന്റെ തലയിലും അവന്റെ ചെവിയിലും അല്ലേ? മക്കളെ നീതീകരിക്കുന്ന, അല്ലേ? സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററിന് എന്റെ മോനോട് വല്ലാത്ത വൈരാഗ്യമാണ്. അതുകൊണ്ട് എന്റെ മോനെ കാണുമ്പോൾ മാത്രം പിച്ചിട്ട് മുന്നിലേക്ക് കയറി. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യേ? അച്ഛനൊരു കാര്യം ചെയ്യും, ഇവനെ കൂടി മദ്ബഹായിൽ അങ്ങ് കയറ്റാമോ? അവനാവുമ്പോ ആ മറയുടെ പുറകിൽ സൈഡിൽ എവിടെയെങ്കിലും എന്റെ മോൻ. എങ്ങനെ മക്കളെ സംരക്ഷിക്കുകയും ഇങ്ങനെ മക്കളെ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യുന്ന, മക്കൾ ലഹരിയായി മാറുന്ന മാതാപിതാക്കളാണ് അനുസരണമില്ലായ്മയിലേക്ക് പാവം നമ്മുടെ മക്കളെ തള്ളിവിടുന്നത്. മാതൃക വേണം കുടുംബങ്ങളിൽ. ഇയ്യോബ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് ഇയ്യോബ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണെന്നറിയോ? എന്റെ പുത്രന്മാർ പാപം ചെയ്തു പോയോ എന്ന്, ദൈവത്തെ ഹൃദയത്തിൽ ത്യജിച്ചോ എന്നോർത്ത് അവരെ ആളയച്ചു വരുത്തി ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ ഇന്ന് മക്കൾക്ക് റാങ്ക് കിട്ടാൻ പ്രാർത്ഥിക്കും, നമ്മുടെ മക്കൾ ശരിയാണ്, നമ്മളാണത് പ്രാർത്ഥിക്കേണ്ടത്, സമ്മതിച്ചു. എന്നാൽ എന്റെ മക്കൾ പാപം ചെയ്ത് ദൈവത്തെ ത്യജിച്ചോ, എന്റെ മക്കൾ പാപം ചെയ്യുന്നുണ്ടോ, എന്റെ മക്കൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ എന്നറിയുന്നതിൽ നമ്മളിൽ എത്ര മാതാപിതാക്കൾക്ക് വ്യഗ്രതയുണ്ട്, എത്ര മാതാപിതാക്കൾക്ക് ടെൻഷനുണ്ട്. എന്റെ മക്കളിൽ പ്രാർത്ഥിക്കുന്നത് പോരാ, അവിടെയും നമ്മൾ ന്യായീകരിക്കും. അച്ഛാവൻ പുറമേ ഒന്നും പ്രാർത്ഥിക്കുന്നില്ല എന്നേ ഉള്ളൂ, അവന്റെ മനസ്സിലെല്ലാം മക്കളെ നീതീകരിക്കുകയല്ല. ഇയ്യോബ് പറഞ്ഞു തരികയാണ്, മക്കളെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം, മക്കളെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. കൊച്ചുമക്കളെ ന്യായീകരിക്കുകയല്ല, ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കഷ്ടതയിൽ ഇയ്യോബ് പിടിച്ചു നിന്നത്. ഇയ്യോബിനുണ്ടായ കഷ്ടത എന്തായിരുന്നു? നമുക്കുള്ള കഷ്ടത പോലെ വല്ലതും ആയിരുന്നോ? നമ്മൾ പറയും ഇയ്യോബ് കഴിഞ്ഞാൽ പിന്നെ ആർക്കാന്നാ പറയാ? എല്ലാരും പറയുന്നു നമുക്ക് അവരോർക്കാന്നാ, അല്ലേ? ആരെന്ത് പറഞ്ഞാലും നമ്മൾ പറയും, നിങ്ങൾ എന്ത് കണ്ടിരിക്കുന്നു അതിലും കൂടുതൽ അനുഭവിച്ചവളാണ്, അല്ലെ, അനുഭവിച്ചവനാണ് ഞാൻ, അല്ലെ? എന്നാൽ ഇയ്യോബിന്റെ കഷ്ടത എന്താണെന്ന് നമുക്കറിയാം. 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ, ഇയ്യോബ് വീടിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ ദൂരെ നിന്നൊരു ദാസൻ ഓടി വന്നിട്ട് പറയുകയാണ്, നിന്റെ കാളകളെയും കഴുതകളെയും ശെബായർ വന്ന് പിടിച്ചുകൊണ്ട് പോയി. ഇത് കേട്ടുകൊണ്ട് ഇയ്യോബ് നെഞ്ചത്ത് കൈവച്ച് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് ഇറങ്ങി നിന്റെ ആടുകളെയും വേലക്കാരെയും കൊണ്ടുപോയി എന്ന് പറയുവാൻ മറ്റൊരു ഭാഗത്തു നിന്നൊരു ദൂതൻ വരികയാണ്. വീണ്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത ദൂതൻ വന്നിട്ട് പറയാണ്, കൽദയർ വന്ന് നിന്റെ ഒട്ടകങ്ങളെയും വേലക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. ഇത് കേട്ട് സ്തംഭിച്ചു നിന്ന ഇയ്യോബിനോട് ദൂരെ നിന്നൊരു ദൂതൻ ഓടി വന്നിട്ട് പറയുകയാണ്, ഉഷ്ണ തീക്കാറ്റടിച്ച് നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അത് കൊന്നുകളഞ്ഞു, കൊടുങ്കാറ്റ് കൊന്നുകളഞ്ഞു എന്ന്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. കാളകളും കഴുതകളും ശെബായർ കൊണ്ടുപോയി, കൽദയർ ഒട്ടകങ്ങളെ കൊണ്ടുപോയി, ആടുകളെയും വേലക്കാരെയും തീക്കാറ്റ് കൊണ്ടുപോയി, മക്കൾ മരിച്ചുപോയി. ഇയ്യോബ് തന്റെ വസ്ത്രം കീറി മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പറയുകയാണ്, യഹോവ തന്നു. മറ്റു മരണ വീടുകളിൽ പോകുമ്പോൾ നമ്മളും പറയും, യഹോവ തന്നു, യഹോവ തന്നു.
യഹോവ എടുത്തു. എന്നാൽ എന്റെ കഷ്ടതയിൽ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് പ്രാർത്ഥനയുടെ പായിൽ സാധിച്ചാൽ, ചെറിയ നിരാശകൾ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുവാൻ മക്കൾ തയ്യാറാകില്ല. കാരണം അവരെ നയിക്കുന്നതോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്നു നിശ്ചയം. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 30-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ കഷ്ടത്തിന്റെ അപ്പം തിന്നാലും നീ ഞെരുക്കത്തിന്റെ വെള്ളം കുടിച്ചാലും നിന്റെ കണ്ണുപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും. ഇന്ന് നമ്മൾക്ക് ആ ശബ്ദം കേൾക്കാൻ കുടുംബങ്ങളിൽ സമയമില്ല. വീണ്ടും ഇയ്യോബ് എല്ലാം നശിച്ചവനായി പുണ്ണുവന്നവനായി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയ്യോബിന്റെ ഭാര്യ വന്ന് ഇയ്യോബിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ലജ്ജയില്ലേ എന്ന്. ഇയ്യോബ് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അതിന് മറുപടി പറയാണ്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നുവോ? കൂടെ പറയാണ്, നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മയെ കൈക്കൊള്ളുന്നു എങ്കിൽ തിന്മയും കൈക്കൊള്ളരുതോ എന്ന്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മയെ കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവിക പദ്ധതിയായ തിന്മയെയും കൈക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളായി മാറുന്നത്. ലോകം അവനെ പഴിച്ചു. അവന്റെ കൂട്ടുകാര് ദൂരദേശത്തു നിന്ന് വന്നു 7 ദിവസം അവനോടുകൂടെ കരഞ്ഞു. എന്നാൽ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമായപ്പോൾ കൂട്ടുകാർ അവനോട് ചോദിക്കുക, ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുതുന്നവർ മാത്രമാണ് കഷ്ടത വിതയ്ക്കുന്നത്, അത് തന്നെയാണ് അവർ കൊയ്യുന്നത്. നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റു വന്നു പോയോ? നമ്മളെ ആശ്വസിപ്പിക്കുന്നവർ തന്നെ നമ്മളെ കുത്തി നോവിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? ഇയ്യോബിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ ഇയ്യോബിനെ കുത്തി നോവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, കുടുംബ പ്രാർത്ഥനയിലൂടെ മക്കളെ വളർത്തിയെടുക്കുവാൻ, ആരാധനയും വിശ്വാസവും തലമുറയ്ക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഈ ദേശത്തെ ക്രിസ്തുവിന്റെ നല്ല സ്ഥാനപതികളായി നാമും നമ്മുടെ തലമുറയും മാറുന്നത്. 3-ാമതായി കർത്താവ് നമ്മളോട് പറയുകയാണ്, നിന്റെ കയ്യിലുള്ളത് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രം ആകുന്നുവെന്ന്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമാകുന്നു. നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാണോ? പത്രത്തിന്റെ പ്രത്യേകത എന്താ? ഇവിടെ പറയുന്നുണ്ട് 3-ാം വാക്യത്തിൽ, സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ക്രിസ്തുവിന്റെ പത്രം നിങ്ങൾ തന്നെ. ഈ ഭൂമിയിൽ ആരാണ് ക്രിസ്തു എന്ന് ചോദിക്കുമ്പോൾ എന്നെയും എന്റെ കുടുംബത്തെയും നോക്കാൻ പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? സാധിക്കുന്നുണ്ടോ? എന്നെയും എന്റെ സഭയെയും നോക്കാൻ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്നെയും എന്റെ സഹോദരനെയും നോക്കാൻ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ പത്രമായി മാറണം. ഈ വിശുദ്ധ വേദപുസ്തകം തന്നെ 2 പത്രത്തിന്റെ ആധാരത്തിലാണ് നിൽക്കുന്നത്. ഈ വേദപുസ്തകം 2ആയിട്ട് തരംതിരിച്ചാൽ പഴയ നിയമവും, അതെങ്കിലും പറ, പഴയ നിയമവും പുതിയ നിയമവും. ഇനി എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ പുറകിലിരിക്കുന്നവർ മിണ്ടില്ല. കാരണം ഞങ്ങൾ എവിടെ ഇരിക്കുന്നവരാ? ബാൽക്കണിയിൽ ഇരിക്കുന്നവരാ. അപ്പൊ ആദ്യത്തെ ഭാഗം പഴയ നിയമവും, അപ്പുറത്തെ ഭാഗം മിണ്ടില്ല, ഇപ്പുറത്തെ ഭാഗം പുതിയ നിയമവുമാണ് അല്ലെ. പഴയ നിയമം ആരംഭിക്കുന്ന പത്രത്തിന്റെ പേര് ഏദേൻ എന്നൊരു പത്രമാണ്. ഒരു കുടുംബം ആരംഭിക്കുന്ന ഏതാണ്? ഏദേൻ. എന്നാൽ പുതിയ നിയമം ഏത് പത്രത്തിന്റെ ആധാരമാണ്? നസ്രത്ത് എന്ന പത്രത്തിന്റെ ആധാരമാണ്. ഏദേൻ എന്ന പത്രത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഏദേൻ എന്ന പത്രത്തിൽ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ദൈവം കൊടുത്തു. ദൈവം അവരെ സന്ദർശിച്ചു, ദൈവത്തെ അവർ അന്വേഷിച്ചു. എന്തൊരു ദൈവ സ്നേഹമായിരുന്നു ആദ്യ കാലങ്ങളിൽ അല്ലേ? ആദ്യകാലങ്ങളിൽ ഭയങ്കര ദൈവസ്നേഹമായിരുന്നു. ഈ അച്ചായനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ, ഈ ചേട്ടനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ, നിന്നെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്താകുമായിരുന്നു എന്നൊരു ദൈവസ്നേഹം. നമ്മളെല്ലാം ഇങ്ങനെ പറുദീസയുടെ താക്കോൽ തന്നാണ് ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിട്ടത്. ആദ്യകാലങ്ങളിൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചു, ദൈവം നമ്മളെ തേടി വന്നു. 2ാമതായി അവരെന്തു ചെയ്തു? ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചു. 3, ദൈവസന്നിധിയിൽ അത് മറച്ചു വെക്കാമെന്ന് ധരിച്ചു. 4, ദൈവസന്നിധിയിൽ അവർ സ്വയം നീതീകരിച്ചു. 4, ദൈവസന്നിധിയിൽ അവർ ജീവിത പങ്കാളിയുടെ മേൽ പഴിചാരി. എന്റെ കുടുംബ ജീവിതവുമായി ഈ കുടുംബത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? 1, ദൈവസന്നിധിയിൽ ഞങ്ങൾ അനുസരണക്കേട് കാണിക്കാറുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാറുണ്ടോ? ദൈവസന്നിധിയിൽ ഭക്തിയില്ലാതെ ജീവിതം നയിക്കുന്നുണ്ടോ?
മക്കളുടെ മുൻപിൽ മാതൃകയാകാതിരിക്കുന്നുണ്ടോ? സഹോദരനെ കള്ളനെന്ന് സാക്ഷിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചിട്ട് അവർ ദൈവസന്നിധിയിൽ അത് മറച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 8-10 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്, നാവ് ചെറിയൊരവയവമെങ്കിലും അത് തീയാണ്. കയ്പും ഉറവയും കൂടെ, കയ്പും മധുരവും കൂടെ ഒരേ ഉറവയിൽ നിന്ന് വരുന്നില്ല. കാരണം അതുപോലെ തന്നെ സ്തോത്രവും ശാപവും ഒരു ഉറവയിൽ നിന്ന് വരരുത് എന്ന്. ദൈവസന്നിധിയിൽ മറച്ചു വെച്ച് പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ ധരിക്കരുത്. അവന്റെ സന്നിധിയിൽ സകലവും നഗ്നവും മലർന്നതുമാണ്. 3, അവർ ജീവിത പങ്കാളിയുടെ മേൽ പഴിചാരി. എന്തെങ്കിലും ഒരു തെറ്റുപറ്റി എന്ന് കണ്ടു കഴിയുമ്പോൾ മറ്റുള്ളവരുടെ നേർ പഴിചാരുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടോ? 4, സ്വയം നീതീകരിക്കുക. അല്ലെ, സ്വയം നീതീകരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടോ? അപ്പൊ നമ്മൾ ഇപ്പോൾ പതുങ്ങിയിരിക്കും. പക്ഷെ ഇത് എവിടെയാണ് ആവർത്തിക്കപ്പെട്ടതെന്നറിയാമോ? അവരുടെ തലമുറയിലാണ് ഇത് ആവർത്തിക്കപ്പെട്ടത്. അവരുടെ തലമുറയിൽ അവരുടെ പുത്രനായ കയീൻ ദൈവസന്നിധിയിൽ അനുസരണക്കേട് കാണിച്ചു. അവനത് മറച്ചു വെക്കാമെന്ന് സ്വയം ധരിച്ചു. അല്ലെ, തെറ്റുകൾ മറച്ചു വെക്കാൻ, എന്റെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന തെറ്റുകൾ മറച്ചു വെക്കാമെന്ന് ഞാൻ ധരിക്കരുത്. ദൈവസന്നിധിയിൽ സകലതും നഗ്നവും മലർന്നതുമായിട്ടാണ് ഇരിക്കുന്നത്. 3, ജീവിത പങ്കാളിയുടെ മേൽ എന്തിനും ഏതിനും പഴിചാരുന്ന സ്വഭാവം എന്റെ കുടുംബത്തിലുണ്ടോ? എന്റെ മാതാപിതാക്കളുടെ മേൽ, എന്റെ മരുമക്കളുടെ മേൽ പഴിചാരുന്ന സ്വഭാവം എന്റെ ഭവനത്തിലുണ്ടോ? സ്വയം നീതീകരിച്ച് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ പുകഴ്ത്തി ഫരിസേനെ പോലെ നിൽക്കുന്ന സ്വഭാവം എന്റെ ജീവിതത്തിലുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മുടെ തലമുറ അത് ആവർത്തിക്കും. കയീനെ പോലെ എന്റെ തലമുറ നശിച്ചു പോകാതിരിക്കാൻ ക്രിസ്തുവിന്റെ പത്രമായി തീരണം. ക്രിസ്തുവിന്റെ ഭവനം എങ്ങനെയായിരുന്നു? നസ്രത്തിലെ ഭവനം. നസ്രത്തിലെ ഭവനം എങ്ങനെയായിരുന്നു? അവർ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു, എങ്കിലും അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. യൗസേപ്പും മറിയാമും ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരുന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ പറ്റുമെങ്കിൽ TV-യിൽ കൂടെയൊക്കെ കാണുന്ന ഏതെങ്കിലുമൊക്കെ നമ്പർ വിളിച്ചിട്ട് ചോദിക്കും, എന്റെ പ്രശ്നം എന്താകുമെന്നൊന്ന് ഒന്ന് പറയാമോ? എന്താണ്? യെശൂരിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവം ഉണ്ടോ? ഈ ദൈവം എന്റെയും ദൈവമല്ലേ? ദൈവസന്നിധിയിൽ താന്നിരുന്ന മക്കളുടെ മുൻപിൽ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണം. മക്കളുടെ കുടുംബ ബന്ധങ്ങൾ നശിച്ചു കഴിഞ്ഞല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ആലോചന തുടങ്ങും മുമ്പ് ദൈവത്തോട് ആലോചന ചോദിക്കണം. എന്നിട്ട് വേണം കുടുംബങ്ങൾ ആരംഭിക്കാൻ. അവിടെ കാനായിലെ കല്യാണ വിരുന്നിൽ യേശു തമ്പുരാനും പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒക്കെ ക്ഷണിക്കപ്പെട്ട അതിഥികളായി കടന്നു വന്നില്ലേ? അതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ വിവാഹ ശുശ്രൂഷകളിൽ, നമ്മുടെ ഭവന ശുശ്രൂഷകളിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ മാത്രമാണ്. ദൈവത്തോട് ആലോചന ചോദിക്കാതെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല്, അച്ഛാ ഇതൊക്കെ എന്താ വന്നേന്ന് എനിക്കറിയാം, എനിക്ക് നല്ലോണം അറിയാം. എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആള് എൻ്റെ വീട് പണി കഴിഞ്ഞപ്പോ തൊട്ട് എനിക്കറിയാം എന്നോട് എങ്ങനെയാണെന്ന്, അല്ലേ? എൻ്റെ സഹോദരൻ എങ്ങനെയാണെന്ന് എനിക്ക് നല്ലോണം അറിയാം അച്ഛാ. പിന്നെ ഞാനൊരു വിശ്വാസിയായോണ്ട് എന്നാൽ സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം പറയാണ്, ആഭിചാരം യാക്കോബിനും ലക്ഷണങ്ങൾ ഇസ്രായേലിലും ഏൽക്കുന്നില്ല. എന്നിട്ടും ഞാൻ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഓർക്കുക, ദൈവസന്നിധിയിൽ ഞാൻ യാക്കോബ് എന്ന അവകാശം നേടിയിട്ടില്ല. ദൈവസന്നിധിയിൽ മറിയാമിനെ പോലെയും യൗസേപ്പിനെ പോലെയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം നമുക്ക്. 2, മറിയാം പറയുകയാണ്, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. 33 വർഷങ്ങൾക്ക് ശേഷം മറിയാമിന്റെ പുത്രൻ പറയുകയാണ് ഗത്സമനയിൽ ഇരുന്നു കൊണ്ട്, പിതാവേ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. മറിയാമിനെ പ്രസവ സമയമായപ്പോൾ അങ്ങ് ബേത്ലഹേമിലും ചെന്ന് ശുശ്രൂഷിക്കുന്ന യൗസേപ്പിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെവിടെയാണ് ആവർത്തിക്കപ്പെടുന്നത്? മാളികയുടെ മുകളിൽ വെച്ച് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങളിൽ ആരാണ് വലിയവനെന്ന്. അവരുടെ പുത്രൻ അവിടുന്ന് എഴുന്നേറ്റ് അരയിൽ കച്ചകെട്ടി താന്ന് കാലിലോട് ഇരുന്ന് ചുംബിച്ചിട്ട് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെയാകുന്നു. ഭവനത്തിൽ ശുശ്രൂഷ മനോഭാവമുള്ള മക്കൾ വളരണമെങ്കിൽ, ഭവനത്തിൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന മക്കൾ വളരണമെങ്കിൽ അപ്രകാരമുള്ള മാതാപിതാക്കളായി തീരുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവമില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല. കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? പറയുക, നിന്റെ വീട്ടിൽ എന്താണുള്ളത്?
നമ്മുടെ വീട്ടിലുള്ളത് മുഴുവനെയും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. എന്നിട്ട് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാം, മക്കളെ, അബ്രഹാം വെറും ഒരു കൽപ്പണിക്കാരന്റെ മകനായിരുന്നു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ അവൻ വിശ്വാസികളുടെ പിതാവായി മാറി. നോഹ, ജനം മുഴുവൻ അവനെ ഭ്രാന്തൻ എന്ന് പറഞ്ഞു. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ അവൻ പെട്ടകത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടു. ദാവീദ് വെറും ഒരു ആട്ടിടയനായിരുന്നു. എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ ഇസ്രായേലിന്റെ രാജാവായി മാറി. യോസഫ് വെറും ഒരു സ്വപ്നക്കാരനായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ മിസ്രൈമിന്റെ അധിപതിയായി മാറി. എസ്തർ വെറും ഒരു വിജാതീയ സ്ത്രീയായിരുന്നു. എന്നാൽ ദൈവം അവളോട് കൂടെ ഇരുന്നപ്പോൾ രാജാവ് അവളുടെ മുൻപിൽ പൊൻചെങ്കോൽ നീട്ടി. മോശ വെറും ഒരു വിക്കനായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ ഒരു ജനത്തെ നയിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളവനായി തീർന്നു. സക്കായി ചുങ്കക്കാരനും കൊള്ളക്കാരനുമായിരുന്നു. ക്രിസ്തു അവനോട് കൂടെ ഇരുന്നപ്പോൾ അവൻ ക്രിസ്തുവിന്റെ അനുയായിയായി മാറി. മഗ്ദലനക്കാരി മറിയാം പാപിനിയായ സ്ത്രീ എന്നാണ് സമൂഹം മുദ്ര കുത്തിയത്. ക്രിസ്തു അവളോട് കൂടെ ഇരുന്നപ്പോൾ അവൾ ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമില്ല എങ്കിൽ നമ്മൾ വെറും ഒരു മൺകട്ട മാത്രമാണ്. ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്ഥാനപതിയായി ഈ ദേശത്ത് നിൽക്കുവാൻ, ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ഈ ദേശത്ത് നിൽക്കുവാൻ, ക്രിസ്തുവിന്റെ പത്രമായി ഈ ദേശത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.